നമസ്കാരം. ഒരുമാതിരി ചാനലിലേക്ക് സ്വാഗതം. CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് വൻ ജനാവലി കൂടിയെന്ന് പത്രത്തിൽ കണ്ടു. ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ 1-2 സുഹൃത്തുക്കളെ വിളിച്ച് ചോദിച്ചപ്പോഴും ശരിയാന്ന് പറഞ്ഞു. നല്ല ജനാവലിയാണ് മലപ്പുറം ഡിസ്ട്രിക്ട് സമ്മേളനത്തിന് താനൂരിൽ സമാപന സമ്മേളനത്തിന് പങ്കെടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചില വൈരുദ്ധ്യങ്ങളൊക്കെ തോന്നുക. കാരണം മലപ്പുറം ഡിസ്ട്രിക്ട് CPM സമ്മേളനത്തിന് പരിധിയിൽ കവിഞ്ഞ അഭൂതപൂർവമായ ആളുകൾ പങ്കെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതിന് സാധ്യത കുറവാണ്. പൊതുവെ മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ. മുസ്ലിങ്ങളുമായിട്ട് CPM ഇപ്പം അത്ര നല്ലൊരു ടേംസിലല്ല. പിണറായി വിജയൻ്റെ ആദ്യത്തെ ഗവൺമെൻറ്റിൻ്റെ സമയത്തും രണ്ടാമത്തെ ഗവൺമെൻറ്റിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്ക് CPMനോട് നല്ലൊരു പ്രതിപത്തിയുള്ള ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ അത് മറിച്ച് അതിന് ഭംഗം വന്നിട്ടുണ്ട്. കാരണം പിണറായി വിജയൻ്റെ RSS ബന്ധവും RSSനോടുള്ള സ്വകാര്യ ബന്ധവും കാര്യങ്ങളൊക്കെ അത് പുറത്തു വന്നതിന് ശേഷം PV അൻവർ ഉണ്ടാക്കിയ ആ ഒരു ഇഷ്യൂ കാരണം കുറേ രഹസ്യങ്ങൾ പുറത്തു വന്നല്ലോ. അജിത് കുമാറുമായിട്ട് RSS ഡീലിംഗ് ഉണ്ടാക്കിയതും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം ഈ മുസ്ലിങ്ങൾക്കിടയിൽ പിണറായി വിജയനോടുള്ള ഇമേജ് ബന്ധം അല്പം മാനസികമായിട്ട് കുറവാണ്. സ്വാഭാവികമായിട്ടും അത് കേരള രാഷ്ട്രീയത്തിൽ വന്നൊരു മാറ്റമാണ്, നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്. ഈ തരുണത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ മലപ്പുറം ജില്ലാ CPM സമ്മേളനം അത്ര ജനാവലി കൂടേണ്ട ഒരു കാര്യമില്ല. പിന്നെ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോൾ 2-3 കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഇത്ര കൂടുതൽ ആൾ കൂടാൻ കാരണം, അതിലൊരു കാരണം അത് താനൂർ വെച്ചാണ് ഈ വർഷത്തെ സമ്മേളനം നടന്നത്. ഈ ജില്ലാ സമ്മേളനം നടന്നത് താനൂർ വെച്ചാണ്. താനൂർ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ ഏരിയയാണ്, കടലോര പ്രദേശമാണ് താനൂർ. അപ്പോൾ താനൂർ വെച്ചാണ് ഇപ്രാവശ്യത്തെ സമ്മേളനം നടന്നത്. മാത്രമല്ല കടപ്പുറത്ത് വെച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കടപ്പുറത്തുള്ള ആളുകൾക്ക് പൂസലാന്മാർ, ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ആളുകൾ അവരെ പൂസലാന്മാരുള്ള പൂസലാന്മാർ ഏരിയ എന്നാണ് പറയാം. ആ ഏരിയയിൽ പൊതുവെ കടപ്പുറത്ത് വെച്ച് ഇങ്ങനെയൊക്കെ ഒരു പരിപാടിയൊന്നും സാധാരണ നടക്കാറില്ല. അവർക്കതൊരു കാഴ്ചയാണ്. പൊതുവെ ആ ഏരിയയിലുള്ളവർക്കൊക്കെ ഇത്തരം സംഭവങ്ങളൊരു കാഴ്ചയാണ്. അത് പാർട്ടി നോക്കിയിട്ടല്ല, കടപ്പുറത്ത് വെച്ച് ആണ് സമ്മേളനം നടന്നത്. അത് മാത്രമല്ല വെള്ളിയാഴ്ചയായിരുന്നു സമ്മേളനം. വെള്ളിയാഴ്ച മുക്കുവരൊക്കെ കടലിൽ പോകാത്തൊരു സാഹചര്യം, കടലിൽ പോകില്ല, അവർക്ക് ലീവ്. ശരിക്കും പറഞ്ഞാൽ ഈ പൂസലാന്മാർ, അതായത് കടലോര ഈ മത്സ്യബന്ധനവുമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ മൊത്തം താനൂർ പ്രദേശങ്ങളിൽ ലീവ് വെള്ളിയാഴ്ചയാണ്. അവർ വെള്ളിയാഴ്ച കടലിൽ പോകില്ല. അപ്പോൾ വെള്ളിയാഴ്ച അവരുടെ ലീവ് ദിവസം കടപ്പുറത്ത് വെച്ച് നടന്നൊരു പരിപാടി. അപ്പോൾ അതാണ് ഇതിൽ ഇത്രയും ആൾ കൂടാനുള്ളൊരു കാരണം. ഇതൊരു കാഴ്ച എന്നുള്ള നിലക്കാണ് അത്രയും ആളുകൾ കൂടിയത്. പിന്നെ അതൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ഇത് മന്ത്രി അബ്ദുറഹ്മാൻ്റെ തട്ടക താനൂരിൽ നിന്നാണ് മുസ്ലിം ലീഗിനെ PK ഫിറോസിനെ തോൽപ്പിച്ചു. PK ഫിറോസ് തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ തോൽവിയൊക്കെ ഉണ്ടാക്കി അബ്ദുറഹ്മാൻ വിജയിച്ചത് താനൂരിന്നാണ്. ഈ താനൂരിൽ അബ്ദുറഹ്മാൻ്റെ തട്ടക എന്ന് പറയുമ്പോൾ ഈ മലബാറിൽ ഇപ്പോൾ അബ്ദുറഹ്മാൻ, ജലീൽ, PV അൻവർ ഇവരൊക്കെ സ്വതന്ത്ര MLA മാരാണല്ലോ CPMൻ്റെ. അവരൊക്കെ അവരുടേതായ ആ ഇടം നോക്കിയിട്ട് അവർക്കുള്ള ആ ഏരിയയിലുള്ളൊരു നോക്കിയിട്ടാണ് ഇവരെ CPM സ്ഥാനാർത്ഥികളാക്കിയത്. അതിലിപ്പോൾ അൻവർ പുറത്തായി, ജലീലുണ്ട്, പിന്നെ അബ്ദുറഹ്മാനുണ്ട്. ഇവർ 3 ആളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഉള്ളത് ഈ അബ്ദുറഹ്മാനാണ്. ജനപിന്തുണ എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടോ വ്യക്തിപ്രഭാവം കൊണ്ടൊന്നുമല്ല. അബ്ദുറഹ്മാൻ വലിയൊരു ബിസിനസ്സുകാരനാണ്, ഒരു സിഗരറ്റ് കമ്പനിയുടെ കച്ചവടക്കാരനാണ്, അങ്ങനെ വലിയൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ആ ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ നല്ല ബന്ധവും സഹായവും ഒക്കെ ആയിട്ട് ഈ അബ്ദുറഹ്മാൻ താനൂർ മണ്ഡലത്തിൽ വലിയൊരു ജനപിന്തുണ ഉണ്ട്. അത് രാഷ്ട്രീയ ഭേദമന്യേ BJPക്കാരിലടക്കം ഉള്ള ആളുകൾക്ക് ആ ഒരു ബന്ധം അബ്ദുറഹ്മാനോടുണ്ട്. അങ്ങനെയാണ് ഈ അബ്ദുറഹ്മാൻ അവിടെ വിജയിച്ചു വരുന്നത്. അബ്ദുറഹ്മാൻ അവിടെ ഒരു പരിപാടി നടത്തുമ്പോൾ അത് ഏത് അർത്ഥത്തിലായാലും അബ്ദുറഹ്മാൻ നടത്തുന്ന പരിപാടിക്ക് അവിടെ ഒരു പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് അബ്ദുറഹ്മാൻ ആ ജനങ്ങളോടുള്ള ബന്ധം കൊണ്ട്, അത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടതാണ്, അതൊരു ഗുണമാണ്, അതൊരു പോസിറ്റിവിറ്റിയാണ്, അതൊക്കെ ശരി. അങ്ങനെ ഈ 2-3 ഘടകങ്ങൾ ഒത്താണ്. പിന്നെ അവിടെ ഒരു സമ്മേളനം വിജയിപ്പിക്കൽ അബ്ദുറഹ്മാൻ്റെ ഒരു ബാധ്യത കൂടിയാണ്. അപ്പോൾ അബ്ദുറഹ്മാനും അതിന് മുന്നിട്ടിറങ്ങി ആളുകളെ സംഘടിപ്പിച്ചു. ആ ഏരിയയിലുള്ള ആളുകൾ അബ്ദുറഹ്മാൻ വിചാരിച്ചതിലെല്ലാം എല്ലാവരും പങ്കെടുത്തു.
കടപ്പുറത്ത് നടന്നൊരു പരിപാടി എന്നുള്ള നിലക്ക് വെള്ളിയാഴ്ച അവർക്ക് ലീവുള്ള ദിവസം വെച്ചൊരു പരിപാടി എന്ന നിലക്ക് അങ്ങനെയും ആൾ കൂടി, അങ്ങനെ എല്ലാം കൂടിയാണ് അതിൽ വൻ ജനാവലി കൂടിയത് എന്നാണ് ഞാനതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ വിളിച്ചന്വേഷിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം പങ്കുവെച്ചു എന്ന് മാത്രം. ഓക്കെ, നന്ദി, നമസ്കാരം.